ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചേട്ടന്മാർ രണ്ടുപേരും കൂടി അളിയനെ കാണാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ അലീന വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അലീനയാണെന്നുണ്ടെങ്കിൽ അവരോട് വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. അവരും തിരിച്ചതുപോലെ തന്നെ. അപ്പോൾ ഇവിടുന്ന് പോവുകയാണെന്ന് കേട്ടു എന്നൊക്കെ പറഞ്ഞ് ഗംഗേട്ടനൊരു എന്നാ പറയുന്നൊരു ക്യാഷ്വലായിട്ട് ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ എല്ലാം അച്ഛൻ്റെ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയുന്നു. അങ്കിളിനെല്ലാം അറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പം ഞങ്ങൾ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞിങ്ങനെ മുകളിലോട്ട് കയറി പോകുക കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ഛനെ അറിയുള്ളൂ എന്ന് അലീന പറയുകയും ചെയ്തു. അപ്പോൾ അലീന ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു. ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ഇറങ്ങി വന്നു. കൃഷ്ണമോൾ എന്നിട്ട് ഇവരോട് ചോദിക്കുവാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോളോടും ഇവർ പറയുന്നു അച്ഛനെ കാണാൻ വന്നതാണെന്നൊക്കെ. അപ്പോൾ അച്ഛൻ മുകളിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മുകളിലെ നിലയിലേക്ക് കയറി പോവുക. അപ്പോൾ നമ്മുടെ അലീന ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുക കേട്ടോ. അപ്പോൾ മനുവേട്ടനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ മനുവേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിച്ചിങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ മനുവിനോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അമ്പടി കള്ളി, നീ എന്നാ ഇവിടെ വെച്ച് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കുസൃതിയും കുശുമ്പൊക്കെ കുത്തി സംസാരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അലീന ചേച്ചിക്ക് പോകാനുള്ള സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃഷ്ണമോൾ മനുവിനോട് പറയുവാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ഛൻ വന്ന് നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ 2 ദിവസത്തെ സാവകാശമുണ്ട്, അതിനുശേഷം മാത്രമേ ഈ ഒരു പോക്കിനിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചേച്ചിക്ക് പോകാനുള്ള സ്ഥലം കൃത്യമായി പറയാൻ പറ്റുള്ളൂ എന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞതെന്ന കാര്യം പറഞ്ഞു. ഇത്ര ധൃതിപ്പെട്ട അച്ഛൻ എന്തിനാ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അലീന ചേച്ചിയെ കൊണ്ടാക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ മനുവിനോട് പറയുമ്പം അത് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് മനു ചോദിക്കുക. അങ്ങനെ ഇവർ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അലീനയെ പറ്റി. അപ്പോഴേക്കും അവർ മുകളിലോട്ട് ചെന്നപ്പോൾ ഡോറിൽ മുട്ടി നമ്മുടെ ബാലൻ ചെന്ന് ഡോറ് തുറന്നു. ആരൊക്കെ വന്നിരിക്കണേ, കയറി വാ എന്നും പറഞ്ഞ് വിളിക്കുന്നത്. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ 2 അളിയന്മാരും കൂടി വരാൻ എന്നൊക്കെ ഇങ്ങനെ മനു ഇങ്ങനെ കളിയാക്കി ചോദിക്കുക. അപ്പം മനു ഇല്ലേ കൂടെ എന്ന് ചോദിച്ചപ്പോൾ മനു താഴെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവനെയും കൂടെ കൂട്ടരുതായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ബാലേട്ടൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇവരോട് സംസാരിക്കും. ഇവർക്കാണെങ്കിൽ ബാലേട്ടൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ആകെ ചമ്മലും വിറയലും വിളറി വെളുത്ത് ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ അവിടെ നിന്ന് അഡ്രസ്സൊക്കെ മേടിച്ച് പോകുന്നതിൻ്റെ ആ ഒരു ആദ്യ പിടിച്ച് ഗംഗേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നേരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ ആദ്യ പിടിച്ച് ഓടി വന്നതാണെന്ന്. എനിക്കത് സ്വാഭാവികമായി ചിന്തിച്ചുകൂടെ എൻ്റെ ഗംഗേട്ട? അതിനി ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ ബാലേട്ടൻ. ഈ സമയത്ത് അലീന ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരിക. ചായ കൊണ്ട് വന്നു, അത് മനുവിന് കൊടുത്തു. അതിനുശേഷം അവർക്ക് ചായ കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് കയറി പോകാൻ തുടങ്ങുന്നു. ഞാൻ അവർക്കും കൂടി ചായ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ അതും പറഞ്ഞ് അലീന മുകളിലോട്ട് കയറി പോകട്ടെ അവർക്ക് ചായ കൊടുക്കാൻ. അപ്പോൾ അലീന ചായ ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവർ സംസാരം നിർത്തി. അച്ഛാ ചായ എന്നും പറഞ്ഞങ്ങനെ ചെന്നു. കയറി വാ എന്നും പറഞ്ഞാൽ അലീന അകത്തേക്ക് വിളിക്കുന്നു. അലീന കയറി ചെന്നു, ഇവർക്കൊക്കെ ചായ കൊടുത്തു. ചായ എല്ലാം കൊടുത്തിട്ട് അലീന ഇങ്ങനെ ഇറങ്ങി പോരുകയും ചെയ്തു. അങ്ങനെ അലീന ഇറങ്ങി പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ ഇവരോട് പറയാം. അവരൊരു ചായ കുടിച്ചു. അങ്ങനെയൊക്കെ ഇങ്ങനെ തത്തിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അലീന താഴേക്ക് ഇറങ്ങി ചെന്നു. അലീന താഴേക്ക് ഇറങ്ങി ചെന്നപ്പം കഴിഞ്ഞ ഡ്യൂട്ടിയൊക്കെ എന്ന് ചോദിച്ചു. എന്ത് ഡ്യൂട്ടി? വീട്ടിൽ വരുന്നവർക്ക് ചായ കൊടുക്കുന്നത് എത്ര വലിയ ഡ്യൂട്ടിയാണോ എന്ന് ചോദിച്ചു. അത് വേറെ ആർക്കും അല്ലല്ലോ, മനുവേട്ടനല്ലേ? മനുവേട്ടന് ഞാൻ പോയേക്കാം. ഇനി നിങ്ങൾക്കിനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനൊരു സ്വർഗത്തിലേക്ക് കട്ടുമ്പോൾ ആവണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോവാട്ടോ. നിക്കടി അവിടെ, ഞങ്ങൾക്ക് അതിനങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല എന്ന് അലീന അന്നേരം പറഞ്ഞു. എൻ്റെ പെണ്ണോ, ഞാനത് വിശ്വസിച്ചേ, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അലീനയും മനുവും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. എന്താണ് പുതിയ എവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. മനു അങ്ങനെ ഓരോന്നൊക്കെ നെടുവേർപ്പിട്ടിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല മനുവേട്ടാ. പോകാൻ പോണ വീടിനെ പറ്റി പോലും ഒന്നും അറിയില്ല. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അവിടെ ഒരു സർവൻറ്റിന് ആവശ്യമുള്ള വീട് പോലും അല്ല. പിന്നെ എന്തിനാണാവോ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. നീ നിനക്ക് എന്നെ കാണുമ്പോൾ എന്താ തോന്നണേ എന്ന് മനു അന്നേരം അലീനയോട് ചോദിച്ചു. എന്ത് തോന്നാൻ? അല്ല, ഞാൻ ഈ വീട്ടിലോട്ട് വരുമ്പോൾ എന്നെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അതെന്താണെന്ന് മനു അലീനയോട് ചോദിക്കാം. ഈ വീട്ടിലേക്ക് മനുവേട്ടൻ കയറി വരുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസമാണ്. അതിപ്പം മാത്രമല്ല, ഞാൻ വന്ന നാൾ തൊട്ട് അങ്ങനെയാണ്. കാരണം എന്നോട് കുറച്ചെങ്കിലും ഒരു കരുണയോടുകൂടി അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി എന്നുള്ളൊരു ഇതോടുകൂടി സംസാരിച്ചിട്ടുള്ള ഒരാൾ മനുവേട്ടനല്ലേ. അങ്ങനെയുള്ള മനുവേട്ടനെ കാണുമ്പോൾ എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ അല്ലാണ്ട് മറ്റെന്താ തോന്നേണ്ടതെന്ന് അലീന ചോദിച്ചു. സ്നേഹവും ബഹുമാനവും മാത്രമേ നിനക്ക് തോന്നുന്നുള്ളോ എന്ന് മനു ചോദിക്കുമ്പോൾ പിന്നെന്താ തോന്നേണ്ടത്? വേറൊന്നും നിനക്ക് തോന്നുന്നില്ലേ? വേറെ ഒന്നും എന്നെ കാണുമ്പോൾ നിനക്ക് തോന്നുന്നില്ല
മനുവേട്ടൻ പറഞ്ഞ് എങ്ങോട്ടാ പോണേന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും എൻ്റെ നാവിൽ നിന്ന് അത് കേൾക്കാമെന്ന് മനുവേട്ടൻ വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മനുവേട്ടനോട് പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഞാൻ മനുവേട്ടനോടൊപ്പം തന്നെ ഉണ്ട്, ഞാൻ ഒരിക്കലും മനുവേട്ടനിൽ നിന്ന് അകന്നു പോകില്ല എന്നൊക്കെ അലീന ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാം. പക്ഷെ എനിക്കെന്തോ എൻ്റെ മനസ്സിനെ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ല, മനസ്സിനെ പറഞ്ഞു നിർത്താൻ കഴിയുന്നില്ല എന്ന് മനു പറഞ്ഞു. നീ എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത്. അതൊക്കെ മനുവേട്ടൻ്റെ വെറും തോന്നലാ മനുവേട്ടാ, അങ്ങനെയൊന്നും ഇല്ല. എനിക്കെന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല അലീന. എന്നെ പാതി വഴിയിൽ ആരോ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലാണ് എന്നൊക്കെ ഇങ്ങനെ മനു ഇരുന്ന് പറയാം. മനുവേട്ടൻ അങ്ങനെയൊന്നും പറയല്ലേ, അതൊക്കെ മനുവേട്ടൻ്റെ വെറും തോന്നലുകൾ മാത്രമാണ്. എവിടെ പോയാലും നമ്മുടെ കയ്യിൽ ഫോണൊക്കെ അല്ലേ ഉള്ളത്, നമുക്ക് വിളിച്ചൂടെ, സംസാരിച്ചൂടെ, പിന്നെ എങ്ങനെ അകന്നു പോകുന്ന മനുവേട്ടൻ ഈ പറയുന്നതെന്നൊക്കെ അലീന ചോദിച്ചു. ഫോൺ, നീ ചെല്ലുന്ന വീട് എങ്ങനെയാണെന്നും അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നും നിനക്ക് പറയാൻ പറ്റുമോ? അവിടെ ചെന്ന് നിനക്ക് എന്നെ വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ സാധിക്കാതെയൊക്കെ വരുമോ മനുവേട്ടാ? വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെയൊന്നും വരില്ലെന്നേ, അതൊക്കെ മനുവേട്ടൻ്റെ വെറും തോന്നലുകളാണെന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ മനുവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ മനു ഇട്ട് കൊടുക്കാൻ തയ്യാറല്ല. അലീന തന്നെ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് മനു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയം പിന്നെ നമ്മുടെ ബാലനിലേക്കും അളിയന്മാരിലേക്കും കാര്യങ്ങൾ വന്നു. പറകം കേട്ടാ, എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? ഞങ്ങളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം എന്ന് ഞങ്ങൾക്കറിയാം ബാല. പിന്നെയും നീ അത് ഞങ്ങളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്നൊരു വാശിയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. വാശിയോ? എനിക്കോ? അത് നിങ്ങളോടോ? എനിക്ക് എന്തിനാ കെങ്ങേട്ടാ നിങ്ങളോട് വാശി? നിങ്ങളെൻ്റെ ആരായിട്ടാണ് ഞാൻ നിങ്ങളോട് വാശി കാണിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങളൊരു തർക്കത്തിനോ അല്ലെങ്കിൽ വഴക്കിനോ ഒന്നും വന്നതല്ല. ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണോ അത് ചോദിക്കുക, അതിനാണല്ലോ നിങ്ങൾ വന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. നീ സ്റ്റാൻലി ജോസഫിനെ കണ്ടിട്ട് എന്താണ് തീരുമാനിച്ചത്? അയാൾ എന്തു പറഞ്ഞു? അപ്പം അതറിയാനാണ് ഓടിപ്പിടിച്ച് വന്നതല്ലേ? ഞാൻ അയാളുമായിട്ട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പെങ്ങൾ ഇന്നടുത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നോ ഇന്ന പോലെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അലീന അയാളുടെ മകളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അലീനയോട് സ്റ്റാൻലിയാണ് അവളുടെ അച്ഛനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, ഒന്നും അറിയാതെ അലീനയെ നീ സ്റ്റാൻലിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് അലീനയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, മകളായി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനോ? അലീനയെ അങ്ങനെ കൊണ്ടുപോയി കളയാൻ നമുക്ക് പറ്റുമോ? വേണ്ട, കളയണ്ട. ഇനിയിപ്പം സ്റ്റാൻലിക്ക് അലീനയെ തൻ്റെ മകളായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും മകളായി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞാൽ പറ്റുന്നൊരു കാര്യമുണ്ട്, അത് ഞാനങ്ങ് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പോഴത്തേക്കും ശിവേട്ടൻ പറ എന്താണെങ്കിലും അലീന സേഫ് ആകുമല്ലോ, പറ എന്ന് പറഞ്ഞു. നിങ്ങളുടെ പെങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അലീന അവൾ 23 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാൻലി ജോസഫിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഉണ്ടായ കൊച്ചാണെന്നും പറഞ്ഞ് അവളുടെ മുന്നിലേക്ക് അങ്ങ് നിർത്തി കൊടുക്കാം. എന്താ അത് പോരേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ആകാംക്ഷയോടെ അവിടെ നിന്ന് ശിവൻ്റെയും ഗംഗാധരൻ്റെയും ഒക്കെ മുഖം ഇങ്ങനെ വാടി ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുവാണ്. അവൾ അഴിഞ്ഞാടി നടന്ന സമയത്ത് അവനവൾക്ക് സമ്മാനിച്ചിട്ട് പോയതാണെന്ന് നമുക്കങ്ങ് പറയാമെന്ന്. എന്താ അത് പോരേന്ന് ചോദിച്ചു. ബാല പ്ലീസ്, നീ കുറച്ചുകൂടി മര്യാദ. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ 23 വർഷം എന്നെ ഒന്നാന്തരമായി ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും കാലം സംസാരിച്ച നിങ്ങളുടെ മുന്നിൽ ഞാൻ മര്യാദ കാണിക്കണമെന്ന് നിങ്ങൾക്ക് നാണമുണ്ടോ എന്നോടിത് പറയാനെന്ന് ബാലേട്ടൻ ചോദിക്കുക. ബാലേട്ടൻ പിന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ പറയുന്ന വാക്കുകളൊക്കെ എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. രണ്ടിൻ്റെ തൊലി ഉരിച്ചിങ്ങോട്ട് എടുക്കുകയാണ് ബാലേട്ടൻ. രഹസ്യം അറിയാമെന്നതാ. അച്ഛനെയും മകളെയും ഒന്നിപ്പിച്ചോ അല്ലെങ്കിൽ അവരെ ഒന്നായോ, അച്ഛൻ മകളെ വന്ന് കൊണ്ടുപോകാവോ, ഇതെല്ലാം അറിയാമെന്നാ തൊലി ഉരിച്ച് പറിച്ച് 2 സൈഡിലും 2 എണ്ണത്തിനെ അങ്ങ് ഇരുത്തിയേക്കുക. ഇച്ചിരി മുളക് പൊടിയൊക്കെ പതുക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് വിതറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുമിച്ച് തൂക്കുന്നില്ല, ഒരുമിച്ച് തൂക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുമല്ലോ. കുറേശ്ശെ ആകുമ്പോൾ നീറി ഇങ്ങനെ ഇരിക്കുമല്ലോ രണ്ടുപേരും കൂടി. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ അവരെ 2 പേരെയും അവിടെ ഇട്ട് കൊല്ലുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. എന്താ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ബാല, ഞങ്ങളൊരു തർക്കത്തിനോ വഴക്കിനോ ഒന്നും വന്നതല്ല.
അലീനയെ നീ സ്റ്റാൻലിയുടെ അടുത്ത് ആക്കാൻ കൊണ്ടുപോവുകയാണ് എന്നറിഞ്ഞപ്പോൾ അറിയാനൊരു ആകാംക്ഷ കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, എന്തൊക്കെ സംഭവിച്ചാലും സ്റ്റാൻലിക്ക് ഇനി അലീനയെ വേണ്ട എന്ന് പറഞ്ഞാലും അവളെ പെരുവഴിയിലേക്ക് ഞാൻ ഉപേക്ഷിച്ച് വിടില്ല. നിങ്ങളുടെ പെങ്ങൾക്ക് പൊന്ത തട്ടാനായിട്ടിട്ട് തരികയില്ല. അവളെന്ന് പറയുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അലീന പോകുമ്പോൾ ആ ഒരു സാധ്യത കുറച്ചുകൂടി എളുപ്പമാകുന്നെന്ന് മാത്രം, പറയാൻ കാലങ്ങൾ നീണ്ടു പോകുന്നില്ലെന്ന് മാത്രം. പറയും, എല്ലാം ഞാൻ നിങ്ങളുടെ പെങ്ങളോട് പറഞ്ഞിരിക്കും എന്ന് വീണ്ടും വീണ്ടും ബാലൻ ഇവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പേടിയാവില്ലേ? ബാല, നീ ഇപ്പം ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ ഇത് പറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെ പറയണമെന്ന് ചോദിച്ചു. ബാലേട്ടൻ ഇങ്ങനെ തിരിച്ചും ചോദിക്കുന്നു. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നു മനുവിൻ്റെ അടുത്തേക്ക്. സംസാരമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഇവിടെ ഒരു കാന്താരി അല്ലേ ലീന എന്നിങ്ങനെ മനു അന്നേരം ചോദിക്കുകയാണെ. ആണോന്നോ? ഇവള് ചെറിയ കാന്താരിയൊന്നുമല്ല, ഇവള് വലിയ കാന്താരിയാണെന്നൊക്കെ അലീന ഇങ്ങനെ പറയാം. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നു മാറി നിന്ന് ഞാനായോ തെറ്റുകാരി? അല്ലെങ്കിലും അങ്ങനെയാ, പണ്ടേ ഉപകാരങ്ങളൊന്നും ചെയ്യരുതെന്നാ പറയുന്നത്. ഉപകാരങ്ങൾ ചെയ്താലേ പിന്നീട് അത് ഉപദ്രവമായിട്ട് തന്നെ വരുമെന്ന്. അത് ഞാൻ ഇപ്പം കണ്ടു എന്നൊക്കെ പറഞ്ഞ കൃഷ്ണമോൾ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ കൃഷ്ണയും മനുവും അലീനയും കൂടി ഇങ്ങനെ കുസൃതിയും ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. എന്തായാലും അലീന ചേച്ചി പോകുന്നത് വരെയല്ലേ ഉള്ളൂ മനുവേട്ടൻ്റെ ഈ അഹങ്കാരമൊക്കെ. അലീന ചേച്ചി പോയി കഴിയുമ്പോഴേ ഞങ്ങളെപ്പോലെ തന്നെയാണ് മനുവേട്ടനും, ആരും ഇല്ലാത്ത ആളാവും നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ. അപ്പോഴത്തേക്ക് മനുവിൻ്റെ മുഖവും അലീനയുടെ മുഖവും ഒക്കെ വല്ലാണ്ടായി. അങ്ങനെ ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മുകളിൽ കൊട്ടപ്പടി മേടിച്ചുകൊണ്ട് അളിയന്മാരിങ്ങനെ നിൽക്കുവാണ്. ബാലേട്ടൻ ഒരു കാര്യം പോലും വിട്ട് പറയാൻ തയ്യാറായിട്ടില്ല. സ്റ്റാൻലി ഒരു തീരുമാനവും ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നും അറിയിച്ചതിന് ശേഷം വിശദമായി പറയാം, അന്നേരം വിവരങ്ങൾ അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അവറ്റകളെ രണ്ടിനെയും ശരിക്കും അവിടെ ഇട്ട് നാണം കെടുത്തുക. അപ്പം അങ്ങനെ ഇവർക്കിടയിലുള്ള ഒരു സംസാരവും രീതി ഇതെല്ലാം കാണിച്ചുകൊണ്ടും പിന്നെ ഇന്ന് നമ്മുടെ ബാലേട്ടൻ്റെ ദിവസം തന്നെയാണ്. എല്ലാത്തിനെയും കൊട്ടിക്കുഴഞ്ഞ് ഒരു മൂലയ്ക്ക് ഇരുത്തി നല്ല സെറ്റപ്പാക്കി എന്നാ പറയുന്നത്, ഭയങ്കര രസമുള്ളൊരു എപ്പിസോഡ്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.